ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പൗലോ കൊയ്ലോനെ കുറിച്ചാണ്. പുള്ളി പറഞ്ഞിട്ടില്ലേ, നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് ആത്മാർത്ഥതയുള്ളതും സത്യസന്ധവുമായതുമാണെങ്കിൽ എൻ്റെ യൂണിവേഴ്സ് നമ്മുടെ കൂടെ നിൽക്കും അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതെന്ന്. പണ്ടൊക്കെ നയാഗ്രയുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ കാണുമ്പോൾ എന്നെങ്കിലും പോകാൻ പറ്റുമോ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അത് എനിക്ക് ദൈവം നടത്തി തരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കാനഡയിൽ വന്നിട്ട് ഇപ്പോൾ 10 months-ആയി. ഈ 10 months-നുള്ളിൽ ഞാൻ നയാഗ്രയിൽ 3 times പോയിട്ടുണ്ട്. അപ്പം എത്ര തവണ പോയാലും നമ്മൾ മടുക്കില്ല. അതൊരു വല്ലാത്തൊരു സൗന്ദര്യമാണ് നയാഗ്ര വാട്ടർഫാൾസിനുള്ളത്. അപ്പം നമ്മൾ പോകുന്നത് നയാഗ്ര വാട്ടർഫാൾസിനകത്തേക്കാണ്. ഇത് നമ്മൾ നയാഗ്ര സിറ്റി ക്രൂസസിലൂടെയാണ് പോകുന്നത്. അപ്പം അതിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞ് വെഹിക്കിളാണ്, ഒരു ട്രെയിൻ പോലെ. അങ്ങനെ നമ്മൾ അവിടെ എത്താൻ പോവുകയാണ്. അത് എത്തിയതിന് ശേഷം അവർ നമുക്ക് ഒരു റെയിൻ കോട്ടൊക്കെ തരും. എനിക്ക് കിട്ടിയത് റെഡ് റെയിൻ കോട്ടാണ്. നമ്മളതൊക്കെ ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ ക്രൂസിനകത്തോട്ട് കയറാൻ പോവാണ്. ഒരു പൂരത്തിനുള്ള ആൾക്കാരുണ്ട്, കണ്ടോ എന്തോരം ആളുകളാണ്. ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്യാമറ കണ്ണുകൾക്ക് ഒപ്പിയെടുക്കാൻ കഴിയുന്നതിനപ്പുറമാണ് ഇതിൻ്റെ സൗന്ദര്യം. നേരിട്ട് കണ്ടാൽ മാത്രമാണ് നമുക്കതിൻ്റെ ഒരു ഫുൾ ഇമ്പാക്റ്റ് കിട്ടത്തുള്ളൂ. ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമ്മളിങ്ങനെ ഓരോ ഹോളിവുഡ് ബോളിവുഡ് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഉള്ള വിഷ്വൽസ്. അതൊക്കെ നേരിട്ട് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരുപാട് ഭാഗ്യം കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. അതെല്ലാം നേരിട്ട് കാണാനുള്ളൊരു അവസരം എനിക്ക് ലഭിച്ചു. അങ്ങനെ നമ്മൾ വാട്ടർഫാൾസിനകത്തേക്ക് പോവാണ് കേട്ടോ. ഇനി ഫുൾ നമ്മുടെ മേത്തൊക്കെ ഫുൾ അതിൻ്റെ വെള്ളം തെറിച്ചിട്ട് നമുക്ക് കാണാൻ കഴിയില്ല, അതുപോലെ വെള്ളം തെറിക്കും. അപ്പോൾ കുറച്ചൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാ പറഞ്ഞത്, ഇത് നേരിട്ട് കണ്ടാലാണ് അതിൻ്റെ ഇമ്പാക്റ്റ് മനസ്സിലാകത്തുള്ളൂ. ക്യാമറയിലൂടെ നമ്മുടെ ഫോണിലൂടെ നമുക്ക് അത്രയും ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, രക്ഷയില്ലാത്ത സീനറി. നിറയെ ആ ബോട്ട് ഫുൾ നിറച്ച ആളുകളുണ്ട് കേട്ടോ. ആളുകൾ ഫുള്ള് നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ അവരെല്ലാവരും നല്ല സന്തോഷത്തോടെ ഒച്ചയെടുക്കാനൊക്കെ തുടങ്ങുമായിരുന്നു. ഭയങ്കര ബഹളമായിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു. എനിക്കിത് ഫ്രണ്ടിൽ തന്നെ, ക്രൂസിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ നിൽക്കാൻ പറ്റി. അങ്ങനെ കുറച്ച് വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റി കേട്ടോ എനിക്ക്. ഉണ്ടോ ഫുൾ വെള്ളം തെറിക്കുക. അതിനുശേഷം നമ്മൾ ഈ കാണുന്ന നമ്മുടെ ദിലീപേട്ടൻ, കുബേരൻ സിനിമയിലെ ദിലീപേട്ടനെ പോലെ പുള്ളീനെ ചിരിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് കിട്ടും കേട്ടോ. അതേപോലത്തെ ഒരു പുള്ളിക്കാരനത്. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ചുമതലൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നപ്പോൾ കാണുന്ന ഒരു സ്കൈ വീൽ, നല്ല രസമല്ലേ. അതിനുശേഷം ഒരാൾ അതിൻ്റെ മുകളിലേക്ക് കയറുക ഇറങ്ങുക. ഞാനാദ്യം വിചാരിച്ച ആ മുകളിലെന്തോ അപകടം സംഭവിച്ചിട്ട് അയാൾ ഇറങ്ങുന്നതെന്ന് ഞാൻ വിചാരിച്ചത്. പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത്. ഇത് അപ്സൈഡ് ഹൗസാണ്. ഇത് എൻ്റെ ഫ്രണ്ട് ആൻഡ് ഫാമിലി. അതിനുശേഷം നമ്മൾ നമ്മുടെ തൃശ്ശൂർ പൂരം പോലെ നമ്മുടെ ഫയർ വർക്ക്സാണ് കേട്ടോ. നയാഗ്ര വാട്ടർഫാൾസിലുള്ള വേറൊരു അട്രാക്ഷനാണ്. നല്ല രസമാണ്. ആളുകളൊക്കെ ഫുള്ള് ഇങ്ങനെ ഒന്ന് കാണുന്നത്. ദൂരം ആളുകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറച്ച ആളുകളാണ്. അതൊരു ലോങ് വീക്കെൻഡും കൂടിയായിരുന്നു. അത് കാരണം ഫുൾ നല്ല രസമായിരുന്നു. ഒരുപാട് ആളുകളുണ്ടായിരുന്നു. രാത്രി നയാഗ്രയുടെ ബ്യൂട്ടി എന്ന് പറയുന്നത് വളരെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അതുപോലെ ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.